സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ത്രീവേഷം കെട്ടുമല്ലോ, ഇതിന്റെ അകത്ത് വെക്കുന്ന തുണി എടുത്തിട്ടില്ല. ബാക്കിയെല്ലാം ഉണ്ട്, ബ്ലൗസ് ഉണ്ട്, സാരി ഉണ്ട്, മറ്റേ പാവാട ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതിനകത്ത് വെക്കുന്ന തുണി മാത്രം എടുത്തില്ല. ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു മുണ്ടിരിപ്പുണ്ട്. ആ മുണ്ടെടുത്ത് ഞാൻ എന്ത് ചെയ്തു, ചുരുട്ടി കൃത്യമായിട്ട് വെച്ച് വേഷം കെട്ടി സ്കിറ്റ് കളിക്കുന്നു. നമ്മളെല്ലാരും കാണും. നിങ്ങളുടെ പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ പോട്ടെ. ലാൽ ജോസേ, ലാൽ ജോസാ. പലർക്ക് ഈ ലാൽ ബാബു എന്നുള്ള പേര് റയറാണ്. മൈക്കിലൂടെ പറഞ്ഞു കറുത്ത പൈനുങ്ങവാന്ന് പറഞ്ഞപ്പോ അപ്പോഴേ എനിക്ക് കണ്ണ് നിറഞ്ഞു. നടന്ന് അതിൽ അങ്ങ് പോയി. പിന്നെ ഷൂട്ടിങ് എന്തായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ ചിന്തിച്ചു എന്തെങ്കിലും ഒരു ദിവസം നമ്മള് വലിയ സ്ക്രീനിൽ കാണിക്കണം എന്നുള്ള. അവരുടെ അടുത്തുള്ള പ്രതികാരം ചെറുപഞ്ചൊന്നുമല്ല, മൈക്കിലൂടെ പറഞ്ഞപ്പോ ഉണ്ടായ ചെറിയൊരു വിഷം മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, ഇവിടെ വരുന്ന ബാക്കിയുള്ളവർക്ക് വെള്ളം കൊണ്ടുവന്ന് ആരും വെള്ളം കൊടുത്തു, എനിക്ക് മാത്രം തന്നില്ല. ഞാൻ പറഞ്ഞ ഞാൻ ഷാർജ വാങ്ങിച്ചു തരാം, ഈ വാ, കാര്യം എന്റെ പണി പോകും. എന്റെ കോമഡി ഉണ്ട്. ഒരാൾ കരഞ്ഞ്. അഭിനയിച്ചിട്ടുണ്ടോ സിനിമയില്? ഏതൊക്കെ സിനിമ അഭിനയിച്ചിട്ടുണ്ട്? 1-2 ഉണ്ട്. എന്നെക്കാളും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സംഭവിക്കണ്ട, ഞാൻ അവിടെ ഇരിക്കും, നിങ്ങൾ അവിടെ ഇരുന്ന് ഇന്റർവ്യൂ എടുക്കേണ്ട സംഭവം. ചേട്ടൻ നാളെ ഡയറക്ടർ ആകുമ്പോ എനിക്കൊരു അവസരം തന്നെ എന്ന് പറഞ്ഞിട്ടാ ഞാൻ ചോദിക്കാനിരിക്കുക. തീർച്ചയായിട്ടും സ്ക്രിപ്റ്റ് റൈറ്റർ. സിനിമകളുടെ പോസ്റ്റർ നോക്ക്, എഴുത്തുകാരന്റെ പേര് വളരെ ചെറിയൊരു പേര്, കുഞ്ഞായിട്ട് ഏറ്റവും താഴെ. സംവിധായകനാണ് സ്ക്രിപ്റ്റ് എഴുതുന്നെങ്കിൽ ഓൾറെഡി അതിൻ്റെ അകത്തുണ്ടാവും. അല്ലാതുള്ള റൈറ്ററിന്റെ പേര് ചെറുതായിരിക്കും. ഇത് കണ്ടിട്ട് സംവിധായകരും പ്രൊഡ്യൂസറൊന്നും എനിക്കൊരു വർക്ക് തരാതിരിക്കല്ലേ. ഞാൻ പൊതുവേ ഒന്ന് പറഞ്ഞതാണ്. ഇതൊക്കെ ഉള്ള കഥയാണ്. ഇല്ലാത്ത കഥയില് നമ്മളെല്ലാം സിനിമയിലൂടെ പറയുന്നത്. അത് നിങ്ങൾ വിശ്വസിപ്പിക്കുന്നതാണല്ലോ സിനിമ. അപ്പം അത് എഴുതി വിടുന്നവന് അതിന്റെ വാല്യൂ കൊടുക്കണം എന്നുള്ളത് ഞാൻ പറയുന്നത്. അങ്ങനെ ഞാൻ അധികം ഇന്റർവ്യൂലൊന്നും ഞാൻ പങ്കെടുക്കാറില്ല, കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പം ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ആർക്കെങ്കിലും വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമ്മൾ പരിപാടിയൊക്കെ അവതരിപ്പിക്കാൻ പോയപ്പോ എവിടെയെങ്കിലും പുറത്ത് എവിടെയെങ്കിലും അവതരിപ്പിക്കാൻ പോയപ്പോ എന്തെങ്കിലും അബദ്ധങ്ങളോ ബാക്ക് സ്റ്റേജില് കോമഡി ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ബാക്ക് സ്റ്റേജിലാണ് ശരിക്കും നിങ്ങൾ സ്റ്റേജിൽ കാണുന്നേക്കാൾ കൂടുതൽ കോമഡി ബാക്ക് സ്റ്റേജ് നടക്കും. കാര്യം അവിടെയാണല്ലോ കൂടുതൽ റിഹേഴ്സല്, ഇത് പരിപാടി. ഇത് ഒരു സംഭവം ഉണ്ടായത് പണ്ട് സെന്തില്, ചാലക്കുടിക്കാരൻ ഞങ്ങൾ സെന്തിലിന്റെ പരിപാടി ബോംബെയിലാണ്. സെന്തിലിന്റെ പരിപാടി ബോംബെയില്. അപ്പം ഞങ്ങളുടെ സ്കിറ്റിന്റെ അകത്തൊരു പ്രോപ്പർട്ടി വേണം. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതപ്പാണ് വേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു ബെഡ്ഷീറ്റ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ കമ്മിറ്റിക്കാര് കൊണ്ടുവന്ന ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് അല്ല, നമ്മുടെ ഈ മാറ്റ് പോലത്തെ ഒരു സംഭവം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊണ്ടുപോയി. പക്ഷെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല, അത് ചെറുതായി പോയി. അപ്പൊ ആ സ്കിറ്റിന്റെ അത് പ്രധാനപ്പെട്ടൊരു സംഭവമാണത്. റെക്കോർഡ് സ്കിറ്റാണ്, ഈ പ്രോപ്പർട്ടി വേണം. അപ്പൊ എൻ്റെ അടുത്ത് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് റൂം പോയി എടുത്തോണ്ടിരാം. അപ്പൊ ഞാൻ ഈ നമ്മുടെ പരിപാടി കൊണ്ടുവന്ന് ചേട്ടൻ്റെ ചോദിച്ച്, ചേട്ടാ ഈ റൂം ഇവിടെ നിന്ന് അടുത്തില്ലേ, ഇവിടെ നിന്ന് 5 മിനിറ്റേ ഉള്ളൂ, പോയിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കും, തിരിച്ചു വരുന്നു. ഓക്കെ ശരി എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ചേട്ടൻ്റെ വണ്ടിയിൽ കയറി പോയി. അപ്പൊ ചേട്ടൻ പറഞ്ഞു ഇതിപ്പോ ഒരുപാട് സമയം എടുക്കും, സുരേഷ് ഗോപി സാറ് വരും, സാറ് വന്നിട്ട് പ്രസംഗമുണ്ട്, സമ്മേളനമുണ്ട്, കുറെ സമയം കഴിഞ്ഞിട്ട് നിങ്ങളുടെ പരിപാടി തുടങ്ങുള്ളൂ. അദ്ദേഹത്തിന്റെ വാക്കും കേട്ട് ഞാൻ പോയി, വണ്ടിയിൽ കയറി ബെഡ്ഷീറ്റ് എടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് പരിപാടി സ്ഥലം എനിക്ക് കാണാം. ആ ഒരു ബിൽഡിങ്ങിലാണ് പ്രോഗ്രാം സ്ഥലം നടക്കുന്നത്. പക്ഷെ ബ്ലോക്ക് ആയിപ്പോയി. 3 റോഡ് ബ്ലോക്കാണ്. ബോംബെയിലാണല്ലേ, ഈ ഡോർ തുറന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, ഈ ഡോർ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇത്രയും വണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. പ്രോഗ്രാം സ്ഥലം കാണാം. അപ്പോഴാണ് മനസ്സിലായത് ഫോൺ ഞാൻ എടുത്തിട്ടില്ല. ഫോണ് അവിടെ ചാർജ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ പരിപാടി സമ്മേളനം നടന്നിട്ട് പെട്ടെന്ന് സമ്മേളനം കഴിഞ്ഞു. സ്റ്റേജ് പരിപാടി തുടങ്ങാൻ പറഞ്ഞു. പരിപാടി അങ്ങോട്ട് തുടങ്ങുന്നത് എന്നെ കാണുന്നില്ല. ഇവരൊക്കെ നോക്കുമ്പം ലാൽബാബുവിനെ കാണാനില്ല. ലാൽബാബു ഇതോടെ പോയി, ഇവൻ പിണങ്ങിപ്പോയതാണ്. ഇനിയിപ്പം എൻ്റെ ഫോൺ അവിടെ ഇരിപ്പുണ്ട്. ഇവര് പറയുന്നത് ഇനിയിപ്പോ ലാൽബാബുന് ഈ പ്രോഗ്രാമിന് മുന്നേ ടെൻഷൻ കയറുന്ന ബാത്റൂമിലല്ലേ പോയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അതിന്റെ കുറെ ചർച്ച. ഞാൻ പിന്നെ അറിഞ്ഞ കാര്യങ്ങൾ അതൊക്കെ. അപ്പൊ അന്ന് എന്റെ കഴുത്തിലൊരു മാലയുണ്ട്, ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്. കല്യാണം കഴിഞ്ഞ സമയമാണ്. അടിച്ചോണ്ട് പോയോന്നാണ്. ഇനി മുംബൈയാണ്, ഇവനാരെങ്കിലും അടിച്ചോണ്ട് പോയതായിരിക്കുമോ? ഭയങ്കര ചർച്ച. എനിക്ക് പരിപാടി സ്ഥലം കാണാം. ഞാൻ അവസാനം ചെന്നപ്പം ഞാൻ ഓടിപ്പടച്ചങ്ങ് ചെന്നു. ഞാൻ വളരെ കൂളായിരുന്നു, എനിക്ക് അറിഞ്ഞില്ല പരിപാടി തുടങ്ങിയത്. ചെന്നപ്പോഴത്തേക്ക് എന്റെ വേഷം കിട്ടി വേറെ ആളോടെ നിപ്പുണ്ട്. കാര്യം ഞാൻ എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് അവര്
എനിക്കൊരു വേറെ ആളെ വേഷം കെട്ടി നിർത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അതിനുശേഷം ആരുടെ പറയാതെ ഒരിടത്തും ഞാൻ പോലും ഞാൻ സ്കിറ്റിന്റെ ഭാഗമായിട്ട് ബോധപ്പെടുക്കാൻ പോയതാണ്. അവർ വിചാരിച്ചു ഞാൻ പിണങ്ങിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ജീവിതം ഒരിക്കലും മറക്കില്ല. അവരും പറഞ്ഞു അളിയ ടെൻഷൻ അടിച്ചു പോയി, നീ പറഞ്ഞിട്ടേ പോകാവൂ. പിന്നെ ഞാൻ കയറി പെട്ടെന്ന് പരിപാടി തുടങ്ങാൻ പറഞ്ഞു. അതൊരിക്കലും ഞാൻ മറക്കില്ല. അത് ഈ സ്കിറ്റിന്റെ പ്രോപ്പർട്ടികൾ അതുകൊണ്ട് ഞാൻ മാക്സിമം നേരത്തെ എടുത്ത് വെക്കും. കമ്മിറ്റിക്കാരെ ഏൽപ്പിക്കുന്ന പരിപാടി ഞാൻ തോടെ മതിയാക്കി. കോമഡി സ്റ്റാർസിൽ ചെയ്തോണ്ടിരുന്നപ്പോഴോ അങ്ങനെ എന്തെങ്കിലും കോമഡി സ്റ്റാർസിൽ ഇത് വേറെ സംഭവം ഉണ്ട്. അതായത് അത് ഇതുവരെ ആർക്കും പറഞ്ഞിട്ടില്ല സത്യം. പറയില്ല. അത് ദുബായിൽ ഒരു പരിപാടിക്ക് ദുബായ് നമ്മൾ സ്റ്റേജ് അന്ന് ഞാൻ ഫീമെയിൽ വേഷമാണ് ചെയ്യുന്നത്. ഞാൻ അടിച്ച പേരൊന്നും പറയില്ല, ഞാൻ ഫീമെയിൽ വേഷം ചെയ്യുന്നു. അപ്പം കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. കാര്യം സ്റ്റേജിന്റെ ബാക്കിൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് ആവശ്യമുള്ള സാധനം മാത്രം കൊണ്ടുപോയി മതി. 2 സ്കിറ്റ് ഉണ്ട്, 2 സ്കിറ്റിന്റെ കോസ്റ്റ്യൂം മാത്രം ഞാൻ കൊണ്ടുപോയി. അപ്പോൾ ബാക്കിയുള്ളവർ അത് മാത്രം കൊണ്ടുവന്നു. ഒരു ഗ്രീൻ റൂം തന്നു, വലിയ ഗ്രീൻ റൂം, വലിയ പരിപാടിയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ത്രീവേഷം കിട്ടുമല്ലോ, ഇതിന്റെ അകത്ത് വെക്കുന്ന തുണി എടുത്തിട്ടില്ല. ബാക്കിയെല്ലാം ഉണ്ട്, ബ്ലൗസ് ഉണ്ട്, സാരി ഉണ്ട്, മറ്റേ പാവാട ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതിന്റെ അകത്ത് വെക്കുന്ന തുണി മാത്രം എടുത്തില്ല. ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു മുണ്ടിരിപ്പുണ്ട്. ആ മുണ്ടെടുത്ത് ഞാൻ എന്ത് ചെയ്തു, ചുരുട്ടി കൃത്യമായിട്ട് വെച്ചു വേഷം കെട്ടി സ്കിറ്റ് കളിക്കുന്നു. ഇതേ സ്കിറ്റിന്റെ അകത്ത് അഭിനയിക്കുന്ന ഒരാള് 2 വേഷം ചെയ്യണം. അദ്ദേഹം ഇതിന്റെ അകത്ത് കൊച്ചു കുട്ടിയായിട്ട് ആദ്യം വരും. അതിനുശേഷം ക്ലൈമാക്സിൽ ഇയാള് ഒരു സ്വതന്ത്ര സമര സേനാനായിട്ട് വരും. അദ്ദേഹത്തിന്റെ മുണ്ടാണ് ഇതിന്റെ അകത്തിരിക്കുന്നത്. ഇത് ഞാൻ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ഇദ്ദേഹം കൊച്ചുകുട്ടിയായിട്ട് വന്നല്ലോ, വന്ന് അദ്ദേഹം പോയിട്ട് ഞാൻ ഇങ്ങനെ പെൺവേഷം കെട്ടിങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ സ്കിറ്റ് കളിച്ചോണ്ടിരിക്കുന്നു. ഒരാള് നിക്കർ വിട്ട് ജുബ്ബ ഇട്ട് ഓടണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇദ്ദേഹത്തിന്റെ ബെഡ്ഷീറ്റ് ഇദ്ദേഹത്തിന്റെ ഈ മുണ്ട് കാണാനില്ല. എന്റെ ഉള്ളിലല്ലേ മുണ്ടിരിക്കുന്നത്. പിന്നെ കാണുന്ന കാഴ്ച അദ്ദേഹം എവിടെ കിടന്നൊരു കൈലി കൊടുത്ത് ജുബ്ബ ഇട്ട് വന്നു. സ്വതന്ത്ര സേനാനി സ്വന്തം മായിട്ട് നെയ്തെടുത്ത മുണ്ടിൽ എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് അദ്ദേഹത്തിന് ഇപ്പോഴും അറിഞ്ഞുകൂടാ അതെടുത്തത് ഞാനാണെന്നും. അപ്പൊ കുഴപ്പമില്ല, ഇതോടെ കൂടി അറിഞ്ഞോളൂ. അദ്ദേഹത്തിന് ഇത് കണക്ട് ആവണേ അത് ഓർമ്മ വരും. അങ്ങനെ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് സ്റ്റേജിന്റെ ഗ്രീൻ റൂമിൽ, പെട്ടുപോയി. അല്ല അതുകൊണ്ട് ഇപ്പം ശ്രദ്ധിക്കും. എന്തുണ്ടെങ്കിലും നമുക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകണം. അവിടെ ചെന്നിട്ട് അന്വേഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അല്ല, എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ ധൃതിയിൽ പെട്ടെന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പലതും മറന്നുപോകും. അങ്ങനെ രസകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്റ്റേജിൽ. പിന്നെ ഇനി നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഇതുവരെ ചെയ്ത് ഇപ്പൊ സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ, സ്കിറ്റ് ആയിക്കോട്ടെ, ഇതുവരെ ചെയ്തതിൽ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അല്ലാത്ത എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ട് അത് വിഷമം ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ട് എന്തെങ്കിലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും ഇമോഷണലി ടച്ച് ചെയ്ത് എന്തെങ്കിലും ഉണ്ടോ? ഇമോഷണൽ ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് ഈ കോമഡി സ്റ്റാർ ചെയ്ത സമയത്തെ കോമഡി സ്റ്റാർ ചെയ്തിട്ട് ഞാനിങ്ങനെ ട്രെയിനിൽ എറണാകുളത്തേക്ക് പോകുന്നു. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഒരാളിരിക്കുന്നുണ്ട്, ഒരു അങ്കിൾ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്കിൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഞങ്ങളിവിടെ സംസാരിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു പരിപാടി കണ്ടിട്ടുള്ള എന്തായിരിക്കും. അപ്പോൾ അങ്കിൾ വർക്കലെത്താറായപ്പം അങ്കിൾ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ വെച്ച് ലാൽ ബാബു ഇല്ലേ, ഞാൻ പറഞ്ഞു ആണ് സ്കിറ്റ് കാണും കേട്ടോ, നല്ല മോന് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. മോനിവിടെ ഹോസ്പിറ്റലിലാണ്, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്നു. എന്ത് പറ്റി? മോന് RCCയിലാണ്, അതിപ്പം ചികിത്സയിലാണ്. അവനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ ലാൽ ബാബുവിൻ്റെ ഒക്കെ സ്കിറ്റ് എപ്പോഴും മൊബൈലിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ വാങ്ങിക്കാനോ അദ്ദേഹം പിന്നെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടേ ഇല്ല. അപ്പം അതിൻ്റെ അകത്ത് നമ്മുടെ സ്കിറ്റും പലർക്കും സന്തോഷം നൽകുന്നുണ്ട്, അവരും കാണുന്നുണ്ടെന്ന് പറയുമ്പം ഞാൻ എപ്പോഴും ഓർക്കും. അങ്ങനെ ചില ആൾക്കാർ നമ്മുടെ സ്കിറ്റ് കണ്ടിട്ട് സന്തോഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം ഇപ്പം എവിടെയാണെന്ന് എനിക്കറിയില്ല. ആ ഒരു സംഭവം എനിക്ക് മനസ്സിലെപ്പോഴും ഉണ്ട്. പിന്നെ കോമഡികളാണെങ്കിൽ പെട്ടെന്ന് ട്രാക്ക് മാറ്റാം. കോമഡികളാണെങ്കിൽ ഇപ്പം കോമഡി പരിപാടി കണ്ടിട്ട് പലരും ഞാൻ കാണും. പരിപാടിക്കത്തോളം ഇത് മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് സംഭവം നടന്നത്. പരിപാടി കാണും, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, നമ്മളെല്ലാവരും കാണും. നിങ്ങളുടെ പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ പോട്ടെ. ലാൽ ജോസാ പലർക്ക് ഈ ലാൽ ബാബു എന്നുള്ള പേര് റയറാണ്. ചില ആൾക്ക് ലാൽ സാബു എന്ന് വിളിക്കും.
ലാൽ ജോസ് പെട്ടെന്ന് മാറിപ്പോവും. ലാൽ ബഹദൂർ, ലാൽ ഷാ, അത് ഇങ്ങനത്തെ ഒരു പേരുകളൊക്കെ. ഈ ഇടയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ പോയി പേര് വിളിക്കുന്നു, ഒന്ന് ലൈല ബാബു. അപ്പൊ ഞാൻ നോക്കുമ്പം എന്റെ അപ്പുറത്ത് പറത കേട്ട ഒരു ചേച്ചി ഇരിപ്പുണ്ട്. ഞാൻ വിചാരിച്ചു അവരെ പേരായിരിക്കും വിളിക്കണേന്ന്. അപ്പൊ അവരും എഴുന്നേക്കുന്നില്ല, ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. വീണ്ടും നേഴ്സ് വന്നിട്ട് ലൈല ബാബു എന്ന് പറഞ്ഞപ്പം അവർ വണങ്ങുന്നില്ല, ഞാനും നോക്കുന്നു. ഞാൻ വിചാരിച്ച് കുറെ നേരം ഞാൻ വന്നിട്ട് പേര് വിളിക്കുന്നില്ല. പേരെന്താ? ലാൽ ബാബു. ലാൽ ബാബു എന്ന് പറഞ്ഞ പേര് തന്നിട്ടില്ലല്ലോ, നോക്കട്ടെ. ഇത് സോറി കേട്ടോ, ലാൽ ബാബു എന്നാണ് വിളിച്ചത്. ഞാൻ സോറി ലൈല ബാബു എന്ന് അയക്കി. ലൈല ബാബു തെറ്റുപറ്റിയേ. ഇതും കഴിഞ്ഞ് മരുന്ന് വാങ്ങിയാൻ പോയി. മരുന്ന് വാങ്ങി ചെന്നപ്പോൾ അവിടെ പറയുന്നത് ലാലു ബാലു എന്ന്. ലാൽ ബാബു എന്നാണ് പേര്. അപ്പൊ ഞാൻ പറയാം, എനിക്ക് നിങ്ങൾ കൃത്യമായിട്ട് മരുന്ന് ഇനി വേറെ എന്തെങ്കിലും പേര് പറഞ്ഞു. നേരത്തോട്ട് ലൈല ബാബു എന്ന് പറഞ്ഞു, ഇപ്പൊ ലാലു ബാലു എന്ന് പറയുന്നു. ലാൽ ബാബു. മിക്ക ഹോസ്പിറ്റലിൽ പോകുമ്പോഴും OP ടിക്കറ്റ് എടുക്കുമ്പോഴുള്ള പ്രശ്നമാണ് പേര് മാറ്റി എഴുതുക എന്നുള്ളത്. സ്ഥിരം പേര് മാറ്റിപ്പോ ഈ ഇടയ്ക്ക് ഒരു തമാശ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ കൊല്ലം തുളസി സാറ് ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മരുന്ന് മേടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ് എനിക്ക് ബില്ല് വേണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ട് കിട്ടും, ഫണ്ട് ബില്ല് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി പറയാ, സാറിന്റെ പേര് എനിക്കറിയാമല്ലോ, ഞാൻ ടൈപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞു. പേര് ഞാൻ സാറിന് എനിക്കറിയാം, സാറൊക്കെ സിനിമയിലുള്ളതല്ലേ എന്നും പറഞ്ഞ് പുള്ളിയുടെ പേര് ബില്ലിൽ അടിച്ചു കൊടുത്തു. പുള്ളി വീട്ടിൽ പോയി നോക്കിയപ്പോൾ പേര് TG രവി എന്ന്. കൊല്ലം തുളസിക്ക് വരെ ടൈപ്പ് ചെയ്യുന്നത് ഫേസ് അതുപോലെ ഉള്ളതുകൊണ്ട് പേര് മാറി. പേരുകളിൽ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ എന്റെ പേര് ലാൽ ബാബു ആണ്, റയറ് പേരാണ്. അധികം ആർക്കും, ഞാൻ തന്നെ എന്റെ ലാൽ ബാബു എന്നുള്ള പേരുള്ള ആൾക്കാരെ കണ്ടിട്ടേ ഇല്ല. ഒരാളെന്തോ എന്നെ ഒന്ന് പരിചയപ്പെടും, എന്റെ പേര് ലാൽ ബാബു ആണെന്ന്. ബാബുലാൽ എന്നൊക്കെ വരും. ലാൽ ബാബു എന്നുള്ള പേര് വളരെ റയറാണ്. അച്ഛന്റെ പേരെന്താണ്? ബാബു. ബാബു, അതാണ് ഇതിലേക്ക് ലാൽ ബാബു. ഇപ്പോ ഒരാളെ ഉള്ളൂ? ഞാനും അനിയനുണ്ട്. അനിയൻ വൈഫ്, കുഞ്ഞ്, അച്ഛനമ്മ, അവർ ഒരുമിച്ച് താമസിക്കും. ഞാൻ അനിയന് ഇതുപോലത്തെ എന്തെങ്കിലും കല? അവൻ ഹോക്കി പ്ലെയർ ആയിരുന്നു. അവൻ 10ാം ക്ലാസ്സും പ്ലസ് 2 പഠിക്കുമ്പോൾ ഹോക്കി പ്ലെയർ ആയിരുന്നു. ഹോക്കിയിലെ ഗോളിയൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ വിട്ടിട്ട് പിന്നെ അവൻ സ്പോർട്സും വിട്ട്. കലാപരമായിട്ട് അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ആർക്കും ഇല്ല. എനിക്കിങ്ങനെ വന്നെന്നുള്ളത് എനിക്ക് പറഞ്ഞു. അച്ഛനും അമ്മയ്ക്കും ആർക്കും ഇല്ല? ആർക്കും ഇല്ല കുടുംബത്തില്. മാമൻ ഒക്കെ പാട്ടൊക്കെ പാടുന്നു, നാടൻ പാട്ടൊക്കെ പാടും. പക്ഷെ അല്ലാതെ ഞാനങ്ങനെ എങ്ങനെയാണ്, പലർക്കും അതിശയം എന്നറിയാമോ, ഞാൻ ഇങ്ങനെ കോമഡി കാണിക്കും എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിശയമാണ്. ഞാൻ പൊതുവേ സംസാരം കുറവെന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കങ്ങനെ തോന്നിയില്ല. സംസാരിക്കുന്നവർ ഞാൻ സംസാരിക്കും, അല്ലാതെ അപ്പം ഞാൻ എപ്പോഴും തമാശ പറഞ്ഞ് നടക്കുന്ന ആളല്ല ഞാൻ. എന്തെങ്കിലും കണ്ടാ തമാശ, കൂട്ടുകാരോട് ഇരിക്കുമ്പോൾ ഞാൻ തമാശയൊക്കെ പറയും എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ അങ്ങനെ എപ്പോഴും തമാശ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളല്ല. പിന്നെ എല്ലാവരോടും ഒരു ഇത് വെച്ച് സംസാരിക്കും. ഒരുപാട് ഓവറായാലും പറയാ, ഓവറാണെന്ന് പറഞ്ഞ നാണക്കേടാണ്. അതുകൊണ്ട് ഒരു ലിമിറ്റില് എന്ത് കാര്യത്തിൽ. ചേട്ടൻ ഇപ്പൊ ഒരുപാട് പ്രഗത്ഭരൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതില് മുമ്പ് വർക്ക് ചെയ്തതിലോ ഇപ്പൊ വർക്ക് ചെയ്തതിലോ എവിടെയെങ്കിലും എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഹേർട്ട് ആയിട്ടുള്ളതോ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കൂടുതൽ രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് കൂടുതലുള്ളത്. പിന്നെ മറ്റേ നമ്മൾ മാക്സിമം മറക്കാൻ ശ്രമിക്കും മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങൾ. പറഞ്ഞ വിഷയമില്ലെങ്കിൽ ഇല്ല, പറഞ്ഞ ഒരു വിഷയമില്ല ചേട്ടൻ പറഞ്ഞു. ഇപ്പൊ അല്ല, പണ്ടേ അത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ അകത്ത് ജൂനിയർ ആർട്ടിസ്റ്റ് എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അന്ന് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് കോളേജിൽ പഠിച്ച സമയത്ത് എളിയവ ഒരു സംഭവം ഉണ്ട്, നമുക്ക് അഭിനയിക്കാൻ പോവാം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയി. അപ്പൊ അന്ന് അവിടെ ചെന്നപ്പോൾ പറഞ്ഞ് നായകന്റെ കൂട്ടുകാരന്മാരായിട്ടാണ് വേഷം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അടിപൊളി നായകന്റെ കൂട്ടുകാരന്മാരായിട്ട്. അപ്പോൾ എല്ലാവരും കയ്യിൽ നോട്ട്ബുക്കും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കണം. സംഭവം നായകന്റെ കൂട്ടുകാരൻ തന്നെയാണ്, പക്ഷെ നായകന്റെ പുറകിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അപ്പൊ നായകൻ ഇങ്ങനെ വരുമ്പോൾ നായകന്റെ കൂടെ ഇങ്ങനെ നടന്നു വരണം. ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി റിഹേഴ്സലിട്ടു. അപ്പൊ നായിക കണ്ടുമുട്ടുന്ന രംഗമൊക്കെയാണ് അവിടെ. പിന്നെ അത് സിനിമയല്ല, ആൽബമാണേ. അപ്പൊ ഇങ്ങനെ നടന്നു വരുന്നു, റിഹേഴ്സലിട്ടു. നായകന്റെ പുറകെ നമ്മളിങ്ങനെ ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ വരുന്നു. റിഹേഴ്സൽ കഴിഞ്ഞു, ടേക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു, അളി ഇതുപോലെ തന്നെ ചെയ്താൽ മതി ഇല്ലേ, സെറ്റ് എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ വീണ്ടും ചെയ്യാൻ വേണ്ടി ആക്ഷൻ പറയാൻ വേണ്ടി വരുന്നതിന് മുന്നേ ഡയറക്ടർ പറഞ്ഞ് ഒരു കാര്യം ചെയ്യോ, ആ പയ്യൻ ഒരു
വിളിച്ചപ്പോൾ ആ പയ്യൻ ഞാൻ വിചാരിച്ച് വേറെ ആരെങ്കിലും ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കി ഇപ്പം നിന്നെ തന്നെ ആ കറുത്ത പയ്യൻ ഇങ്ങ് വാ എന്ന് പറഞ്ഞു. ഇങ്ങനെ വിളിച്ചിട്ട് ഞാൻ ചെന്നു. എന്തൊരു സാർ ഞാൻ വെച്ചിട്ട് ഡയലോഗ് പോലെ തരാനായി. അതേ ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ട് പോയാൽ മതി. അപ്പം ഞാൻ സാർ ഇവിടെ നിന്ന് പോകാനാ? ഇവിടെ നീ അങ്ങോട്ട് നടന്നു പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാക്ക് ഷോട്ട് അവർക്ക് മതി, എൻ്റെ ഫേസ് അവർക്ക് വേണ്ട. ഞാനങ്ങ് നടന്ന് കണ്ണ് നിറഞ്ഞു പോയി. നടന്ന് അതിൽ അങ്ങ് പോയി. പിന്നെ ഷൂട്ടിങ് എന്തായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മൈക്കിലൂടെ പറഞ്ഞു കറുത്ത പയ്യനുങ്ങ എന്ന് പറഞ്ഞപ്പോ അപ്പോഴെനിക്ക് ഇൻസൾട്ട് ചെയ്യുന്ന ഒരു ഇതാണല്ലോ അത് ശരിക്കും. അതെ, പാസിംഗ് ബൈയിൽ ഇടുന്നതും അത് നമ്മുടെ ബാക്ക് ഷോട്ട് മാത്രം എടുക്കുന്നതാണ്. അത് ഞാൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്നല്ലോ, അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ അങ്ങനെ നടന്നു പോയ ഒരാള് മുന്നോട്ട് നടന്ന് ഇങ്ങോട്ടല്ലേ വന്നത്. എല്ലാരും ഫേസ് കാണിക്കാനല്ലേ വരുന്നത്, അഭിനയിക്കാനും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഇതിനൊക്കെ അല്ലേ. അപ്പൊ ഞാൻ ചിന്തിച്ചു എന്തെങ്കിലും ഒരു ദിവസം നമ്മള് വലിയ സ്ക്രീനിൽ കാണിക്കണം എന്നുള്ള. അവരുടെ അടുത്തുള്ള പ്രതികാരമൊന്നും ചെറുപൊന്നുമല്ല, മൈക്കിലൂടെ പറഞ്ഞപ്പോ ഉണ്ടായ ചെറിയൊരു വിഷം മാത്രമേ ഉള്ളൂ. അന്ന് വിഷമിച്ചെങ്കിലും ഇന്ന് നല്ലൊരു ഇതിൽ വരാൻ പറ്റിയില്ലേ, അത് തന്നെ വലിയൊരു കാര്യം. ഇനി വീണ്ടും മുന്നോട്ട് തന്നെ വരാൻ പറ്റട്ടെ. സ്വന്തമായിട്ട് ഡയറക്ട് ചെയ്യുന്ന സിനിമയിൽ തന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ പേഴ്സണലി പറയാം നമുക്കത്. അവര് നോക്കുമ്പോൾ ഫ്രെയിമിലൊരു ബ്യൂട്ടി വേണം, ബ്യൂട്ടിയില്ലാതെ ഒരു വിഷമമായി. അതിലിപ്പോ കറുപ്പ് വെളുപ്പൊന്നും ഇല്ലല്ലോ, ബ്യൂട്ടി എന്ന് പറയുന്ന ഒരാളുടെ ഇന്നർ ഹാർട്ടിലല്ലേ. അത് പല ആൾക്കാർ അങ്ങനെ എടുക്കുന്നത് അവരുടെ വിവരമില്ലായ്മ അത്രേ ഉള്ളൂ. അല്ല അയാളുടെ ഇപ്പോൾ അതായിരിക്കും ശരി, പക്ഷെ മൈക്കിലൂടെ പറഞ്ഞതിൽ മാത്രമേ എനിക്ക് വിഷമം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ അങ്ങനെ പോയിട്ടില്ല അഭിനയിക്കാനൊന്നും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുണ്ടെങ്കിൽ അഭിനയിക്കുന്നുള്ളത്. അതിനുശേഷമാണ് കോമഡി സ്റ്റാറിലോട്ട്. അതിനുശേഷം പിന്നെയാണ് കോമഡി സ്റ്റാറിൽ കോളേജിൽ നടക്കുമ്പോ ഉണ്ടായ സംഭവം. ഇത് കോളേജിൽ പഠിച്ചപ്പോൾ ഉണ്ടായ സംഭവം. അന്ന് ഫോണും ഇല്ല. അന്ന് വൈകുന്നേരം എൻ്റെ അടുത്ത് ആകുമ്പോൾ ആളെ നീ ഇവിടെ പോയി വിളിക്കുക, നീ കാരണം അവിടെ മൊത്തത്തിൽ സംസാരമായി, ഇവിടുന്ന് പയ്യനെ കാണാനില്ല. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇതാണ് ഈ ഷോട്ട് കഴിഞ്ഞതും പിന്നെ പോയി. ആ ഷോട്ടിലിറങ്ങി പോയി. ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത് ഇതാണ് സംഭവം ഒന്നും. ഇപ്പോഴും അറിഞ്ഞൂടെ. ഞാൻ പറഞ്ഞു അല്ലല്ലേ അതവിടെ എനിക്ക് കോളേജ് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ ക്ലാസ് അങ്ങനെയൊന്നും പറഞ്ഞ് പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്യും. ഇതാണെന്ന് നടന്ന സംഭവം. അപ്പൊ അതിലുള്ള ആ കൂട്ടുകാരനായിട്ട് ഇപ്പൊ ബന്ധമുണ്ടോ? ഇപ്പൊ ഇടയ്ക്കൊക്കെ വിളിക്കും, എല്ലാ കൂട്ടുകാരും ഇടയ്ക്കൊക്കെ വിളിക്കും. അവർക്കറിയാം ഞാൻ കൂടുതൽ സമയം തിരുവനന്തപുരത്തില്ല, കൊച്ചിയിലാണ്. അതിലുണ്ടായിരുന്ന ഏതെങ്കിലും ആൾക്കാർ ഇപ്പോഴും ഈ ഒരു സ്കിറ്റിൽ അവനും അഭിനയിക്ക് വേണ്ടി പോയെന്നല്ല, അവന് ക്ലാസ് കട്ട് ചെയ്തിട്ട് അവിടെ പ്രൊഡക്ഷൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ്. ഈ പ്രൊഡക്ഷൻ ഫുഡ് നല്ല ഫുഡല്ലേ? അതെ അല്ലേ, സിനിമയിലും സീരിയലൊക്കെ ഉള്ള ഫുഡ് നല്ല ഫുഡില്ലേ കരിയറിൽ തരണതും അതൊരു വേറെ ടേസ്റ്റ് അല്ല. അപ്പൊ അന്ന് ആ ഒരു ആൽബത്തിന്റെ അവിടെ വെച്ചുണ്ടായ അനുഭവത്തിൽ ആ ടൈമിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും ആൾക്കാർ ഇപ്പോ ഈ കോമഡി സ്റ്റാർസിലൂടെയും ഇതിലൊക്കെ കൂടെ വന്ന് ഒന്ന് പ്രശസ്തി ആർജിച്ചപ്പോ ആരെങ്കിലും ഇത് കണ്ടവരുണ്ടോ? അല്ല അതിലെ നടനും ഇപ്പൊ നടിയൊക്കെ ഇപ്പോഴും മലയാള സിനിമയിലൊക്കെ ഉണ്ട്, പക്ഷെ അവരും അറിയുന്നില്ലല്ലോ. ഈ ഡയറക്ടർ അങ്ങനത്തെ ഒരാളായതുകൊണ്ടാണ് പുള്ളി മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പഠിക്കണ്ടേ എല്ലാവരും. ജൂനിയർ ആർട്ടിസ്റ്റ് സീനിയർ ആർട്ടിസ്റ്റ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ജൂനിയർ ആർട്ടിസ്റ്റ് ഉള്ളതുകൊണ്ടാണ് മെയിൻ ആർട്ടിസ്റ്റുകൾ നിൽക്കുന്നത്. ശരിക്കും അത് മിക്കവരും നോക്കില്ലാന്നേ ഉള്ളത്. ഒരു ഇപ്പൊ മരണ വീട് സീൻ എടുക്കുന്നു, ഇതിൽ അഭിനയിക്കുന്ന കൂടെ നിൽക്കുന്ന എല്ലാരും ആക്ട് ചെയ്യുമ്പോൾ അത് മരണ വീട് സീൻ ആവുള്ളൂ. അതെ, മെയിൻലി ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് അവിടെ ഫുൾ ഇത് കൊടുക്കുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, ചില ജൂനിയർ ആർട്ടിസ്റ്റുകളും പക്ഷക്കാരന്മാരാണ്, ഇവന്മാരൊക്കെ ചിരിക്കും. ഞാൻ ഒരു സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു, പ്രൊഫസർ ഡിങ്കൻ, ദിലീപന്റെ പടം. അപ്പം പൂജപ്പുരയാണ് എൻ്റെ ഷൂട്ടിങ്. അപ്പോൾ എൻ്റെ ഞാൻ എൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി, അതും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി ഞാൻ നോക്കേണ്ടത്. 3 ദിവസം സെയിം സീനാണ് എടുക്കുന്നത്, സെയിം ഷോട്ടാണ് എടുക്കേണ്ടത്. അതായത് നായികയുടെ നമിതയുടെ ബാക്കിൽ നിൽക്കുന്ന ഒരു പയ്യൻ ഓറഞ്ച് കളർ ഷർട്ട് ഇട്ടുകൊണ്ട് വന്നു. ഈ ഫ്രെയിമിൽ അറിയില്ല, ഓറഞ്ച് കളർ ഷർട്ട് ഇട്ട് വന്ന് തെളിഞ്ഞ് കാണും. 2 ദിവസം ഉണ്ടായിരുന്നവൻ. 3ാമത്തെ ദിവസം ഷൂട്ടിന് ഞാനിങ്ങനെ നോക്കുമ്പോൾ അവനെ കാണാനില്ല, ബാക്കി എല്ലാവരും ഉണ്ട്, ഇവരെ കാണാനില്ല. അപ്പൊ എൻ്റെ അടുത്തല്ലേ ചോദിക്കുള്ളൂ ലാൽ ബാബു അവിടെ എന്നുള്ളത്. ഞാൻ അന്വേഷിച്ച് കിടക്കുന്നു, ഗ്രൗണ്ട് മൊത്തം അന്വേഷിച്ച് കിടക്കുന്നു. അവിടെ ഓറഞ്ച് ഷർട്ടിന്റെ പയ്യൻ അവിടെ ഇരിപ്പുണ്ട്, അവൻ വന്ന് അഭിനയിക്കുന്നില്ല. ഞാൻ ചോദിച്ചു വന്ന് അഭിനയിക്കും, നീ അവിടെ ഇരിക്കുന്നു. അത്
നിങ്ങൾ മെയിൻ നടന്മാർക്ക് നടിമാർക്കല്ലേ വെള്ളം കൊടുക്കുള്ളൂ, എനിക്ക് വെള്ളം തന്നില്ല. ഞാൻ പറഞ്ഞു നിനക്ക് വെള്ളം ഇവിടെ നിന്ന് എടുത്ത് കുടിച്ചൂടെ? അങ്ങനെയല്ല, ഇവിടെ വരുന്ന ബാക്കിയുള്ളവർക്ക് വെള്ളം കൊണ്ടുവന്ന് ആരും വെള്ളം കൊടുത്തു, എനിക്ക് മാത്രം തന്നില്ല. ഞാൻ പറഞ്ഞ ഞാൻ നിനക്ക് ഷാർജ വാങ്ങിച്ചു തരാം, നീ വാ, കാര്യം എന്റെ പണി പോകും എന്ന് പറഞ്ഞ് അവനെ ഞാൻ പിടിച്ചോണ്ട് വന്ന് ഞാൻ ഫ്രെയിമിൽ നിർത്തി. അങ്ങനെയും ചെറിയ പ്രശ്നങ്ങളുണ്ട്. അല്ല ശരിയാണ്, ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ചെറിയ പ്രശ്നങ്ങൾ അങ്ങനത്തെ ഇത് മാത്രം വേർതിരിവ് കാണിക്കുന്ന ഒരുപാട് ഇത് ഉണ്ട്. എല്ലാ സ്ഥലത്തും ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതേ ഉള്ളൂ. ശരിയാ, പക്ഷെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉള്ളതുകൊണ്ടാണ് ആ സിനിമ അത്രയും നന്നായിട്ട് എല്ലാരും ഉള്ളതുകൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവരെ പണിയെടുക്കുന്നു, ആർട്ടിസ്റ്റുകൾ അവരെ പണിയെടുക്കുന്നു. എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കണം എന്നുള്ളതാണ്. അവർക്കും കിട്ടണം റെസ്പെക്റ്റും എല്ലാ ഫുഡും എല്ലാവർക്കും കിട്ടണം. പക്ഷെ ഈ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെ അവരെ ഏറ്റവും ലോ ആയിട്ട് കണ്ട് മറ്റുള്ള അങ്ങനത്തെ രീതിയിലാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. ലൊക്കേഷനിൽ പോകുമ്പോ നമുക്കറിയാം അങ്ങനത്തെ പല ജൂനിയർ ആർട്ടിസ്റ്റുകളും അഭിനയിച്ച ആൾക്കാർ ഇന്ന് മലയാള സിനിമയിൽ ഹിറ്റായി നിൽക്കുന്നില്ലേ? അന്ന് അതുപോലെ എല്ലാവരും മനസ്സിലുണ്ട് ഞാൻ ഒരു ദിവസം നടനാവും എന്നുള്ളൊരു ഫയർ ഉള്ളതുകൊണ്ട് അവൻ എല്ലാ ദിവസവും വരും അഭിനയിക്കാൻ. അത് ഇതിനോടുള്ള ഒരു പാഷൻ കൊണ്ടാണ് എല്ലാരും വരുന്നത് തന്നെ. പക്ഷെ അവർക്ക് തുച്ഛമായിട്ടുള്ളൊരു ഇത് കിട്ടും, ചിലപ്പോ ചിലവർക്ക് കിട്ടാറുമില്ല. എന്നാൽ പോലും അവർക്കൊരു ഫ്രെയിമിൽ ഒന്ന് ഫേസ് കണ്ടാൽ മതി എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് വരുന്ന ആൾക്കാരാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഡയലോഗ് ഉണ്ടായി കൊടുക്കും. അതെ. അടുത്തൊരു കാര്യം ചോദിക്കാനെന്ന് പറഞ്ഞാല്, ചേട്ടനെ എവിടെയെങ്കിലും ഒരു സ്കിറ്റോ സ്ക്രിപ്റ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേജ് ഷോയോ ഏതിലാണെങ്കിലും മനഃപൂർവ്വമായിട്ട് ചേട്ടനെ എവിടെന്നെങ്കിലും അങ്ങനെ ഒഴിവാക്കിയതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എവിടെയെങ്കിലും? എന്നെ ഒഴിവാക്കിയേ? അതെ, സാഹചര്യം ഉണ്ടാവാറില്ല. മിക്കവാറും അങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നാൽ ഞാൻ സ്കിപ്പായി പോകും. എനിക്ക് നമുക്ക് ഒരു സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവിടെ പോകാറുള്ളൂ, ഏത് സ്ഥലത്തായിരുന്നാലും. നമ്മൾ അവർക്ക് വേണ്ടാന്ന് തോന്നിയ പിന്നെ ഞാൻ അവിടെ ആ ഏരിയയിൽ നിൽക്കില്ല. ഞാൻ അപ്പം തന്നെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് പോകും. ഞാനിപ്പോൾ ഒരുപാട് ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ചാനലുകളിലെല്ലാം ഞാൻ അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും എല്ലാ ചാനലുകാരും എൻ്റെ വർക്കിൽ ഓക്കെ ആണെങ്കിൽ അവർ വിളിക്കും. അല്ലാതെ അങ്ങനത്തെ ഒരു സംഭവം എന്നെ ഒഴിവാക്കപ്പെട്ട, അതായത് TV പരിപാടി തന്നെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. പ്രോഗ്രാം ഇല്ലേ നമ്മൾ വിദേശ പരിപാടിയൊക്കെ, അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പം ചോദിക്കും, എന്നെ കട്ട് ചെയ്യും. സ്ക്രിപ്റ്റ് എഴുതുമല്ലോ, അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ ഇവിടെ കൊണ്ടുപോകും. അപ്പൊ ഫെയിം അല്ല, അതാണ് പ്രശ്നം. അപ്പൊ അതെന്താ അവര് ഫെയിം ആയിട്ടുള്ള ആൾക്കാരെ മാത്രം വെച്ചിട്ട് ചെയ്യും, പക്ഷെ സ്ക്രിപ്റ്റ് എന്താ വേണം, ഫെയിം അല്ല എന്ന് പറയുന്ന കാര്യം. അപ്പൊ ഞാൻ കോമഡി സ്റ്റാറിൽ വിന്നർ അല്ലേ? കോമഡി സ്റ്റാറിൽ വിന്നറായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിന്നറായ സമയത്ത് കൊറോണയാണ്. ആ സമയത്ത് പലരും ഇത് അറിഞ്ഞില്ല ഈ കോമഡി സ്റ്റാറിൽ വിന്നറായെന്നോ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഗുണം കിട്ടിയില്ലല്ലോ. കോമഡി സ്റ്റാർ കഴിഞ്ഞു. ഞങ്ങളുടെ പ്ലാൻ എന്താണ്? കോമഡി സ്റ്റാർ കഴിയുന്നു, വിന്നറായി, അതിനുശേഷം പ്രോഗ്രാംസ് പിടിക്കുന്നു. പക്ഷെ ആ സമയത്ത് കൊറോണ നമുക്ക് വന്നപ്പോഴത്തേക്കും മൊത്തത്തിൽ എല്ലാം സ്റ്റോപ്പായി. അതിനുശേഷം പിന്നെ ഫെയിം ഇല്ലല്ലോ. പിന്നെ നമ്മൾ ഈ പറയുന്ന ഉപജീവനം കൊണ്ട് ചാനൽ എഴുതാനൊക്കെ പോയപ്പോഴത്തേക്കും ഫെയിം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫ്രെയിമിലുണ്ട്, അത്രേ ഉള്ളൂ. ഏഷ്യൻ കോമഡി സ്റ്റാർസിലേക്ക് വന്ന സമയത്ത് അതില് സ്കിറ്റിലാണല്ലോ വന്നത്. അല്ലാതെ അതിന് മുന്നേ ഈ മിമിക്രി അങ്ങനെ സ്റ്റേജിൽ കാണിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? കോളേജിലായിരുന്ന സ്കൂളിൽ ചെറിയ പരിപാടിയൊക്കെ. അതായത് മനോജിന്റെ കാസറ്റ് CD കാസറ്റ് കണ്ടിട്ട് അതുപോലെ കോപ്പി അടിച്ച് അതുപോലെ സ്റ്റേജിൽ അവതരിപ്പിക്കും. ഇതാണ് സംഭവം. അപ്പൊ സ്കൂളിലും ഇതുപോലെ ഞാനും എൻ്റെ സൂരജ് എന്ന് പറഞ്ഞ കൂട്ടുകാരുണ്ട്, ഞാനും അവനും കൂടെയാണ് ഇത് ചെയ്യുന്നത്. 1-2 വേറെ പേരുണ്ട്. അപ്പൊ അന്ന് ഒരു എന്താ പറയുന്നത് സ്പോട്ട് കോമഡി ഞാൻ അന്ന് ചെയ്തത്. അതായത് അന്ന് ഈ മൈക്ക് ഹൗൾ ചെയ്ത്. അപ്പൊ എൻ്റെ വീട്ടിന്റെ അടുത്താണ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ്. അപ്പൊ അവിടെ ഈ സൈറൻ കേൾക്കും 9:15 ആകുമ്പോൾ, 2 മണിക്ക് കേൾക്കും. അപ്പൊ ഈ മൈക്കിൽ ഇതുപോലെ എന്ന് കേട്ടോ. അപ്പൊ ഞാൻ അന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ ആ സ്ക്രിപ്റ്റ് ഇല്ലാത്ത ഡയലോഗ് പറഞ്ഞു, കേട്ടാ നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് ആരോ കൂന്നടാന്ന്. അപ്പൊ എല്ലാവരും കൈയടിച്ചു. അപ്പം അന്നോട്ട് സ്പോട്ട് പരിപാടിയൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുന്നത്, അങ്ങനെ അനുകരണമൊന്നും വലുതായിട്ടൊന്നും ഇല്ല. അത് ഒരു ഇതിലും കണ്ടിട്ടില്ല അങ്ങനെ അനുകരിച്ച ഒരാളെ അനുകരിക്കാത്ത സ്വന്തമായിട്ട് എനിക്ക് എന്റേത് മാത്രം അല്ലേ. കോളേജിൽ വെച്ചിട്ട് മിമിക്രി മത്സരത്തിൽ പങ്കെടുത്തപ്പം അനുകരിക്കണമല്ലോ, മിമിക്രി മത്സരമല്ലേ. അന്ന് ഞാൻ കുറേ താരങ്ങളുടെ ശബ്ദം കുഞ്ഞു സംഭവങ്ങൾ അവതരിപ്പിച്ചു. അന്ന് എനിക്ക് 1ാം സമ്മാനം 2ാം സമ്മാനം ഒന്നും കിട്ടിയില്ല, ചെറിയൊരു സമ്മാനമേ കിട്ടിയുള്ളൂ. അന്ന് കുറേ ശബ്ദങ്ങൾ ഞാൻ അനുകരിച്ചു. ഇപ്പൊ പറഞ്ഞ എടുക്കാൻ വലിയ പാടായിരിക്കും. അയ്യോ, അത് അടുത്ത ഞാൻ പറയാൻ വരുന്നത് അത് തന്നെയാണ്. എന്തെങ്കിലും നമുക്ക് വേണ്ടിട്ട് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? മമ്മൂട്ടി, മോഹൻലാൽ അങ്ങനെ ഏതെങ്കിലും ക്യാരക്ടർ? അവരുടെയൊക്കെ വർക്കാണ് ഞാൻ ചെയ്യണത്. ഇനി അതും കൂടെ പറഞ്ഞ എന്റെ വർക്കും കൂടെ കളയില്ല.
അല്ലാത്ത ഇപ്പോ സ്കിറ്റില് തന്നെ അങ്ങനത്തെ ഒന്നും ചെയ്ത് കണ്ടിട്ടില്ല, അങ്ങനെ അനുകരിച്ചിട്ട് ഒന്നും കണ്ടിട്ടില്ല. ഞാൻ സ്മൈൽ പ്ലീസ് എന്ന പരിപാടിക്കകത്ത് ചെയ്തപ്പം അത് സ്റ്റാൻഡപ്പ് കോമഡി അല്ലേ? അതിൻ്റെ അകത്ത് ഈ ഒരു സംഭവം ഞാൻ ചെയ്തത്, അത് ഒരുപാട് സ്റ്റേജുകളിലും ടിവിയിലും ചെയ്തിട്ടുണ്ട്. അതിലിങ്ങനെ അനുകരിച്ചിട്ടുണ്ടല്ലോ. അല്ല, അത് ഈ ലൈറ്റ് കത്തുന്ന എക്സ്പ്രഷൻ എന്റെ ഫേസ് കൊണ്ട് കാണിച്ചു. ചെയ്തോ? തുടങ്ങിക്കോളൂ. അത് നമ്മുടെ അതായത് നമ്മൾ സാധാരണ 100 വാൾട്ടിന്റെ ബൾബ് കത്തുന്നത് എന്റെ ഫേസിൽ കാണിക്കാം. 100 വാൾട്ടിന്റെ ബൾബാണേ. റെഡി? 1 2 3 ഇത് 100 വാൾട്ടിന്റെ ബൾബ്. ഇനി ട്യൂബ് ലൈറ്റ്. റെഡി? 1 2 3 ഇത് ട്യൂബ് ലൈറ്റ്. ഇനി ഇപ്പോഴത്തെ സർക്കാരിന്റെ അല്ല, പണ്ടത്തെ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നത്. റെഡി? 1 2 3 അത് കത്തുകയില്ല, അണയില്ല. എൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ. ഇപ്പൊ ജംഗ്ഷനിലൊക്കെ ഉള്ള ലൈറ്റ് ഉണ്ട്, ഹൈ മാസ് ലൈറ്റ് എന്ന് പറയുന്ന ലൈറ്റ് എല്ലാ ജംഗ്ഷനിലും കാണാം. അത് ഒന്ന് നോക്കാം. 1 2 3 അതിങ്ങനെ തെളിഞ്ഞു നിൽക്കും, നല്ല മാസമാണ് കാണാൻ. ഇങ്ങനത്തെ അതൊക്കെയാണ്. അയ്യോ, ചിരിച്ച് കരഞ്ഞു. എന്റെ കോമഡി ഉണ്ട്, ഒരാൾ കരഞ്ഞ്. ഇത് സന്തോഷിക്കണേ, ചിരിച്ചുള്ള കരച്ചിലാണ് കേട്ടോ. അങ്ങനെ അനുകരണം വളരെ കുറവാണ്. കാര്യം ഈ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെയൊക്കെ, ഇപ്പം ബിഗ് ബോസിൽ അനീഷിന്റെ ഒക്കെ ശബ്ദം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചുമ്മാ കാണുമ്പോഴത്തേക്കും ചെയ്തു പോകും, ചെയ്ത് നോക്കും. എന്റെ സൗണ്ട് അനുകരിക്കാൻ പറ്റുമോ? സ്ത്രീവേഷങ്ങൾ ചെയ്യും, സ്ത്രീകളുടെ ശബ്ദം അങ്ങനെ അനുകരണം വളരെ കുറവാണ്. ഇതൊരു ഇങ്ങനെ ഒരു ആക്ടിങ് ഒക്കെ ഉണ്ട്. അഭിനയിച്ചിട്ടുണ്ടോ സിനിമയില്? കുറച്ചൊക്കെ. ഏതൊക്കെ സിനിമ അഭിനയിച്ചിട്ടുണ്ട്? 1-2 ഉണ്ട്. ഐഡന്റിറ്റി, ഗെറ്റ്സ് ഇറ്റ് ബേബി, പിന്നെ ഓടും കുതിര ചാടും കുതിര, നായകൻ പൃഥ്വി, പിന്നെ മ്യൂസിക്കൽ ആൽബം. എന്നെക്കാളും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അല്ല, ശരിക്കും ഞാൻ അവിടെ ഇരിക്കും, നിങ്ങൾ അവിടെ ഇന്റർവ്യൂ എടുക്കേണ്ട സംഭവം അല്ല. എന്നാലും ചേട്ടൻ നാളെ ഡയറക്ടർ ആകുമ്പോ എനിക്കൊരു അവസരം തരണമെന്ന് പറഞ്ഞിട്ടാ ഞാൻ ചോദിക്കാനിരിക്കുക. തീർച്ചയായിട്ടും ഇത് കാണുന്ന ആൾക്കാര്, ഡയറക്ടേഴ്സ്, എനിക്കും ഈ കുട്ടിക്കും അവസരം കൊടുക്കണം, തരണം. അതെ, ഞങ്ങൾക്ക് 2 പേർക്കും അവസരം തരണം. അത് മാത്രമല്ല, ചേട്ടൻ ഡയറക്ട് ചെയ്യുന്നതില് ഞാൻ ഇപ്പോഴേ അവസരം ചോദിച്ചു തന്നിട്ടുണ്ട്. പിന്നെ സംവിധാനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അത് ഉറപ്പായിട്ട് ഉറപ്പെന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. അതെ, ഇവിടെ ഞാൻ ഇപ്പൊ വാക്ക് കൊടുത്തിട്ട് അവിടെ വന്ന് ലാൽബോ ചേട്ടൻ സംവിധാനം ചെയ്തിട്ട് സിനിമയിൽ അവസരം തന്നില്ല. അതെ, ഞാൻ ഉറപ്പായിട്ടും ചോദിക്കും. ആ സമയത്ത് വന്ന് നിൽക്കുമ്പോ അറിയില്ലെന്ന് മാത്രം പറയരുത്. ഒന്നില്ലെങ്കിൽ നമ്മൾ 2 പേരും റെഡിലാണ്. ആ ഒരു ഇതിലെങ്കിലും വെച്ചിട്ട് ഒരു കൺസിഡറേഷൻ തരാം. അവസരം വരട്ടെ, നമുക്ക് നോക്കാം. ചേട്ടനിപ്പോ ചെയ്യുന്ന സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, സ്കിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ചെയ്യുമ്പോ ആ സ്ക്രിപ്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണം ഫ്ലോപ്പായി പോവുക അല്ലെങ്കിൽ നന്നായിട്ട് വിജയിക്കുമ്പോഴോ ഈ സമയത്തൊക്കെ ഉണ്ടാവുന്ന ഒരു ഫീൽ എങ്ങനെയാണ്? ചിലത് ഫ്ലോപ്പായി വിജയിക്കുമ്പോൾ നല്ല സന്തോഷം. കാര്യം വിജയിക്കുമ്പം എല്ലാവരും കൂടെ ചേർന്നുള്ള കോൺട്രിബ്യൂഷൻ നന്നായിട്ടുണ്ട് എന്നുള്ള. അത് എപ്പോഴും നമ്മള് ഇപ്പം കവിത ആങ്കർ ചെയ്യുന്നു, ഇപ്പൊ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഇത് നന്നായെന്ന് പറയുമ്പോ ഉണ്ടാവുന്നൊരു സംഭവമില്ലേ? അപ്പൊ അത് മോശമാണ് എന്ന് പറയുമ്പോ വിഷമം വരില്ലേ? അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ സ്കിറ്റ് ചെയ്യും, എല്ലാ സ്കിറ്റും നന്നാവണമെന്നുള്ള നിർബന്ധമില്ല. ഒരു സ്കിറ്റ് ഈ ഇടയ്ക്ക് നടന്ന ഒരു സ്കിറ്റ് അത്ര പോരായിരുന്നു. അത് ഞങ്ങൾ വിചാരിച്ചത് നന്നാവും എന്ന് വിചാരിച്ചു, പക്ഷെ അത് വർക്കൗട്ടായില്ല. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ച് ഇതൊക്കെ ഒന്ന് നിർത്തിയാലേ, ബ്രേക്ക് എടുക്കാം. അപ്പൊ ഞാൻ ഡയറക്ടറിന്റെ ചോദിച്ച്, അത് എന്തോ അങ്ങനെ വർക്കൗട്ടായില്ല. അത് ലാൽബാബു നിങ്ങളുടെ പ്രശ്നമല്ല, അത് ആ സമയത്ത് അത് അങ്ങനത്തെ ഒരു സംഭവം എല്ലാ സ്കിറ്റും വിജയിക്കണമെന്നില്ലല്ലോ. ബാക്കിയൊക്കെ നല്ലതായിരുന്നല്ലോ. ഇപ്പം ഇതിന് ഡ്യൂറേഷൻ വളരെ കൂടുതലായിപ്പോയി. കാര്യം കോമഡി ഇല്ലാത്തത് കൊണ്ടാണോ അതിൻ്റെ അകത്ത് ഇങ്ങനെ അതിന് വേണ്ടി സമയം എടുത്ത് പോയത് കൊണ്ടാണ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉള്ളൂ. അപ്പോഴും മോട്ടിവേഷൻ തന്നിട്ടേ ഉള്ളൂ. ഷോ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ചെയ്യാം, ഇനിയും ചെയ്യൂ എന്ന് പറയാം. അതൊക്കെ അനൂജ് സാറിനോട് നന്ദി മാത്രമേ ഉള്ളൂ. കാര്യം അമൃത ചാനലിനോടും അനൂജ് സാറിനോടും ഇപ്പം ഞാൻ റീസെൻ്റ്ലി വർക്ക് ചെയ്യുന്ന അതിലാണ്, സാറിനോട് നന്ദിയുണ്ട്. കാര്യം പുതിയ പുതിയ ആശയങ്ങൾ പറയുമ്പം നാം അത് ചെയ്തോ, അത് നിങ്ങൾ വർക്ക് ചെയ്തോ എന്ന് പറയുമ്പോഴത്തേക്ക് സന്തോഷം. പിന്നെ അതുപോലെ തന്നെ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ബൈ സാറ് ബൈജിമ്മല്ല, അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിലാണ് കോമഡി സ്റ്റാളിൽ ഞാൻ വന്നതും അതിലാണ് ഞാൻ കോമഡി സ്ക്രിപ്റ്റുകൾ എഴുതാൻ തുടങ്ങിയത്.
അപ്പോൾ ഒരു പെർഫോമറിനെ റൈറ്ററാക്കി മാറ്റിയതിൽ ബൈജു സാറിനും വലിയ പങ്കുണ്ട്. ഇന്നും മലയാള സിനിമയിൽ നിൽക്കുന്ന ഒട്ടുമിക്ക കോമഡി ആക്ടേഴ്സിനും അല്ലെങ്കിൽ ഇന്ന് തിളങ്ങുന്ന പല ചാനലിൽ നിൽക്കുന്ന കോമഡിക്കാരെയും കൊണ്ടുവന്നത് ബൈജു മേല എന്ന് പറയുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് നമ്മളെല്ലാവരും. അതുപോലെ ജഗദീഷ് സാറിൻ്റെ ശിഷ്യന്മാരാണ്. സാറ് തന്നിട്ടുള്ള ജഡ്ജിമെൻറ്റിനുള്ളതെന്ന ഓരോ ഇതും നമ്മൾ ഇൻ്റർമീനിങ് ഒന്നും ഇല്ലാതെ കൃത്യമായി സാറിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അവിടെ നിന്ന് വന്ന് കുട്ടികളെല്ലാവരും അങ്ങനെയാണ് എല്ലാ ചാനലിലും ചെയ്യുന്നത്. ഒരുപാട് ഇൻ്റർമീനിങ് ഒന്നും ഇല്ലാത്ത നല്ല സ്കിറ്റുകൾ ചെയ്യുന്നുണ്ട്. ഏഷ്യാനെറ്റിനോട് വലിയ നന്ദിയുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ചേട്ടൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണല്ലോ ചേട്ടൻ്റെ മെയിൻ ആയിട്ട്. പെർഫോമർ എന്നുള്ളതിനേക്കാളും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് രണ്ടും ഉണ്ട്. എന്നാലും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണ് കുറച്ച് കൂടുതൽ ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ ചേട്ടനൊരു പ്രശംസ കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ടോ, അങ്ങനെ ഒരു കാര്യം ഇൻഫർമേഷൻ? അല്ല, ഇപ്പം എൻ്റെ ഇൻട്രോയിൽ പറഞ്ഞില്ലേ ഇതൊക്കെ ആരാണ് എഴുതി വിടുന്നത് എന്നറിയില്ല എന്ന് പറഞ്ഞു. അപ്പം പെർഫോമറാണ് ചെയ്യുന്നത്. ഇതിന്റെ പിന്നിൽ ഒരുപാട് രാത്രികൾ ഇരുന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ടുള്ള ഒരു പ്രയത്നമുണ്ട്. അത് അവരിലൂടെ ചെയ്തു വരുമ്പം അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തും. അതിൽ സന്തോഷമുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ എല്ലാവരും അറിയണം, അംഗീകരിക്കേണ്ട ഇത് പലരും അറിയണം അത് ആരാണ് ചെയ്തതെന്ന്. പല വേദികളിലും അറിയാതെ പോകും. ഉദാഹരണം പറഞ്ഞ ഇപ്പൊ സിനിമ നമ്മളെടുക്കുമ്പം സംവിധായകൻ വലിയ ടൈറ്റിലായിരിക്കും, പ്രൊഡ്യൂസർ വലിയ ടൈറ്റിലായിരിക്കും, മ്യൂസിക് ഡയറക്ടർ വലിയ ടൈറ്റിലായിരിക്കും, സ്ക്രിപ്റ്റ് റൈറ്റർ. നിങ്ങൾ പോസ്റ്ററുകൾ നോക്ക്, സിനിമകളുടെ പോസ്റ്റർ നോക്ക്, എഴുത്തുകാരൻ്റെ പേര് വളരെ ചെറിയൊരു പേര്, ഏറ്റവും താഴെ. ഇപ്പം സംവിധായകനാണ് സ്ക്രിപ്റ്റ് എഴുതുന്നെങ്കിൽ ഓൾറെഡി അതിൻ്റെ അകത്തുണ്ടാവും. അല്ലാതുള്ള റൈറ്ററിൻ്റെ പേര് ചെറുതായിരിക്കും. അത് മാറണം. അതെ, മാറേണ്ട കാലമായിട്ട്. കാര്യം അവർക്ക് അതിൻ്റെ പരിഗണന കൊടുക്കണം. കാര്യം സംവിധായകനും എൻ്റെ മ്യൂസിക് ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും എൻ്റെ പരിഗണന കൊടുക്കണം. അതേപോലുള്ള പരിഗണന ഇത് എഴുതി വിടുന്നതിനും വേണം. അതെ, അത് കറക്റ്റാണ്. നമ്മളിപ്പോൾ ഒരു പാട്ടാണെങ്കിൽ തന്നെ ഒരു മ്യൂസിക് എടുത്തു കഴിഞ്ഞാലും അതിന്റെ സ്ക്രിപ്റ്റിലാണ് കാര്യം ഇരിക്കുന്നത്. ആ സ്ക്രിപ്റ്റ് ശരിയല്ലെങ്കിൽ അവന്റെ ചിന്തയിൽ തോന്നിയ ആശയമല്ലേ സിനിമ. അവന്റെ ചിന്തയിൽ തോന്നിയ ഒരു ആശയം, അവന് തോന്നിയൊരു ആശയം, അതാണ് ഇങ്ങനെ വളർത്തി ഇത്രയോ രാത്രികളിൽ അവൻ വളർത്തിയെടുത്ത സാധനമാണ് സിനിമ. സ്ക്രിപ്റ്റ് അതാണ് സിനിമയാവുന്നത്. അപ്പം ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്ന പരിഗണനയും അതുപോലെ ഡയറക്ടറിന് കൊടുക്കുന്ന പരിഗണനയും മ്യൂസിക് ഡയറക്ടറിന് നിർമ്മാതാവിന് കൊടുക്കുന്ന ഒരു പരിഗണന ഈ പോസ്റ്ററിൽ ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് വളരെ ശരിയാണ്. അത് നമ്മൾ ഏത് പോസ്റ്റർ കണ്ടാലും അതിനകത്ത് ഡയറക്ടർ, പ്രൊഡ്യൂസർ, മറ്റുള്ളതെല്ലാം ഉണ്ടാവും. ഇത് മാത്രമേ ഏറ്റവും താഴെ ചെറുതായിട്ടുണ്ടാവും. വലുതാവണം. അപ്പം നമുക്കും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് അതിൻ്റെ ഒരു ഇത് കിട്ടും, പരിഗണനയും വാല്യൂം കിട്ടും. അതെ, അത് കുറച്ചുകൂടെ ഇത് കണ്ടിട്ട് സംവിധായകരും പ്രൊഡ്യൂസറൊന്നും എനിക്കൊരു വർക്ക് തരാതിരിക്കല്ലേ. ഞാൻ പൊതുവേ ഒന്ന് പറഞ്ഞതാണ്. കാര്യമാണ് ചേട്ടൻ ഇപ്പൊ പറഞ്ഞത്. പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണിത്. ഇംഗ്ലീഷ് മൂവിലൊക്കെ ഓപ്പോസിറ്റ് ആണ്. അതെ, റൈറ്ററിന്റെ പേര് ഇങ്ങനെ വലുതായിട്ട് ഫസ്റ്റ് എഴുതി കാണിക്കുക അതിനകത്ത്. അതെ, അത് നമ്മുടെ നാട്ടില് നമ്മുടെ ഒരു ഇവിടത്തെ ഒരു രീതി മാറേണ്ടതായിട്ടുണ്ട്. അതെ, മാറണം. ചേട്ടൻ പറഞ്ഞതുപോലെ കൊണ്ടുവരുന്ന ഒരാളല്ലേ. നിങ്ങളെ ചിരിപ്പിക്കാനും അറിയാം, ഇത് എഴുതാൻ എന്തുമാത്രം കഷ്ടപ്പാടാണുള്ളത്. നമ്മുടെ മൈൻഡ് ഓക്കെ ആയിരിക്കണം, ഇല്ലാത്ത കഥയല്ലേ ഉണ്ടാക്കി പറയുന്നത്, ഓക്കെ ആയിരിക്കണം എല്ലാം. അതെ, ഇതൊക്കെ ഉള്ള കഥയാണ്. ഇല്ലാത്ത കഥയല്ലേ നമ്മളെല്ലാം സിനിമയിലൂടെ പറയുന്നത്. അത് നിങ്ങൾ വിശ്വസിപ്പിക്കുന്നതാണല്ലോ സിനിമ. അപ്പൊ അത് എഴുതി വിടുന്നവന് അതിന്റെ വാല്യൂ കൊടുക്കണം എന്നുള്ളത് പറയുന്നത്. അതെ. അപ്പൊ ഇനി സിനിമയിലേക്ക് സ്ക്രിപ്റ്റ് എഴുതാനും ഡയറക്ഷൻ ചെയ്യാനും ഒക്കെ ചേട്ടന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി അടുത്ത പ്രാവശ്യം ഒരു ഇന്റർവ്യൂ നമുക്കടുത്ത ഒരു ഡയറക്ടറായിട്ട് തന്നെ ചേട്ടൻ വന്ന് ഇവിടെ ഇരുന്ന് നമുക്കൊരു ഇന്റർവ്യൂ തരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതും അതിനെ ആശംസിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എനിക്കൊരു ചാൻസ് തരാൻ മറക്കരുത്. തീർച്ചയായിട്ടും. അല്ല, നമുക്ക് നോക്കാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ സംഭവിക്കട്ടെ. ഒരുപാട് സന്തോഷം ഇങ്ങനൊരു പ്രോഗ്രാമിൽ വിളിച്ചതിനും. ഒരുപാട് നേരം ഇന്റർവ്യൂ ഒന്നല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായില്ല. അങ്ങനെ ഞാൻ അധികം ഇന്റർവ്യൂലൊന്നും ഞാൻ പങ്കെടുക്കാറില്ല. കണ്ടിട്ടില്ല. കയറിയിരുന്ന് മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞാലേ അത് വയറിലാവണൊക്കെ കാര്യം ആലോചിക്കുമ്പം വല്ല ആവശ്യം ഉണ്ടാന്ന് ചിന്തിക്കും. അതുകൊണ്ട് പലപ്പോഴും ഇന്റർവ്യൂ ഒക്കെ പറയുമ്പോൾ പയ്യെ സ്കിപ്പ് ചെയ്ത് പോകും.
പക്ഷേ ഞാൻ ഇപ്പം ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ആർക്കെങ്കിലും വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാര്യം എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളിപ്പം നൽകിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. നല്ല നല്ല സ്കിറ്റുകളുമായിട്ട് ഇനിയും വരും. അത് ബിഗ് സ്ക്രീനിലും കാണാം. ഉറപ്പായിട്ടും കാണാം. നമുക്ക് അടുത്തൊരു ഇന്റർവ്യൂ കൂടെ എന്തായാലും വേണം. ആ സമയത്ത് ചേട്ടൻ നല്ലൊരു ഡയറക്ടറായിട്ട് സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാം ആയിട്ട് ഇവിടെ വന്നിരുന്നു ഞാൻ തന്നെ ഇന്റർവ്യൂ എടുക്കും. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം, ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയും നേരം ചേട്ടൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതിനും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതിനും ഒക്കെ വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്കെ, സന്തോഷം. Stay tuned with Tree Shake.